ജയറാം ചെറുങ്ങനെ ഒന്ന് എയറിലേക്ക് പോയിട്ടുണ്ട്. ഇനി തിരിച്ചു വരാൻ വലിയ പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളത്തരങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കാരണം ജയറാം എന്ന് പറയുന്നത് ഒരു അല്പം തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഒരു അല്പനാണ്. അയാൾ ആരെയും പിണക്കത്തില്ല, അല്ലെങ്കിൽ ഓവർ വിനയം, ഓവർ അഭിനയം, അയ്യോ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് ജയറാം എന്ന് പറയുന്ന കക്ഷി. പണ്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കലാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയി. BJPക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിനും, അങ്ങനെ 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 3 പാർട്ടികൾക്ക് വേണ്ടിയിട്ടും അയ്യോ ഞാൻ പ്രചരണത്തിന് പോയി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജയറാം. 10 പൈസ കേരളത്തിൽ ചെലവാക്കൂല. കേരളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തമിഴ്നാട്ടിലേക്ക് പോകും. അവിടെയാണ് ഇപ്പോഴും പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതായത് 2020 എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഇല്ലാത്തത് ശബരിമലക്ക് പോയത് കൊണ്ടാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ദീപാവലി ആയതുകൊണ്ടാണ്. അങ്ങനെ ജയറാം എന്ന് പറയുന്ന ഒരു അല്പന്റെ ഒരു വാക്കുകൾ ഇപ്പോഴും കൃത്യമായിട്ട് എയറിൽ പോയിട്ടുണ്ട്. അപ്പോൾ ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിനോ അല്ലെങ്കിൽ വേറെ ആയിരിക്കും ഒരു ഗുണവുമില്ല. അയാൾക്കും അയാളുടെ കുടുംബത്തിനും അല്ലാതെ വേറെ ഒരു ടീമിന് പോലും ഗുണമില്ല. തമിഴിലാണെങ്കിൽ കമലഹാസനെയും അതുപോലെയുള്ള നടന്മാരെ എല്ലാവരെയും സൂചിപ്പിച്ചിട്ട് നിർത്തുന്ന ജയറാം എന്ന് പറയുന്ന വ്യക്തി, അല്ലാതെ ഇയാൾക്ക് എന്ന് പറയുന്ന വലിയ കഴിവോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നുമല്ല. തമിഴിൽ പിടിച്ച് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എന്തിനും താഴ്ന്നു കൊടുക്കുന്ന ഇത് തന്നെ അയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താഴ്ച തന്നെ, താഴ്ന്നു കൊടുക്കുന്ന രീതി തന്നെയാണ്. അപ്പോൾ ചില സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ കഥാപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെയുള്ള കഥാപാത്രമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ. രാജസേനൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ജയറാം എന്ന് പറയുന്നവൻ ഒരു അല്പനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജയറാമിൻ്റെ സ്വഭാവം വളരെ പെട്ടെന്ന് തന്നെ മാറും. അതായത് ജയറാം മാറിയത് രാജസേനൻ വരെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. രാജസേനന് പറ്റിയൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഇയാളെ വെച്ചിട്ട് കുറേ ഹിറ്റ് സിനിമയും എടുത്തോ. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും വരെ രാജസേനോട് പറഞ്ഞു, സേന നമ്മളെ വെച്ചൊരു സിനിമ എടുക്കുക മഹാഭാവി എന്ന് പറഞ്ഞിട്ട് സേന പറഞ്ഞു, പോടേ എനിക്ക് ജയറാമിനെ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജയറാമിനെ തന്നെ നമ്പിയിരുന്ന രാജസേനെ പിന്നീട് ജയറാം അടി അങ്ങ് തേച്ചിട്ട് അങ്ങ് പോയായിരുന്നു. അതാണ് ജയറാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹമോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യമോ കാരുണ്യമോ അല്ലെങ്കിൽ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കാര്യം കഴിഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളുടെ മക്കളും വേറെ ഒരാൾ വേണ്ട. അതായത് വേറെ ഒരാളൊക്കെ എടുത്തു പോലും 10 പൈസ സഹായം കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ആകെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ലർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അപ്പോഴാണ് ഏതോ ഒരു പയ്യൻ്റെ കുറച്ച് ജേഴ്സി പശുക്കൾ ചത്തുപോയത്. ആ പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ എങ്ങാനും കൊടുത്തു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകനോ അതിൻ്റെ തിരക്കഥാകൃത്തെങ്ങാനും അയാൾ ഇടപെട്ടിട്ട് ഇതൊരു പ്രമോഷൻ ആയിക്കോട്ടെ, കാരണം ജീവിതത്തിൽ ഇയാൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജയറാം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ എന്ന് പറഞ്ഞ ഒരു ആവറേജ് ആയി പോയത്. അതുമാത്രവുമല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ്റിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കാനോ ഒന്നിനുമില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോഴാണ് ജയറാമിന് മനസ്സിലായത്, ഉയ്യൻ്റെടാ എന്തെങ്കിലും ചെയ്യണമായിരുന്നു, അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വൈകിയിരുന്നു. ഇപ്പോഴൊരു സിനിമ വരുന്നുണ്ട്. ആ സിനിമ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറണം, എങ്ങനെയെങ്കിലും ആ സിനിമയൊന്ന് കയറി പിടിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ആരോ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, പഴയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തള്ളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തള്ളി. അതായത് എല്ലാവരും എൻ്റെ സ്വന്തക്കാരാണ്. ഇങ്ങേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അടുത്തും മോഹൻലാലിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ വിനയമുണ്ട്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മമ്മൂട്ടിക്ക് വരെ അത് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഓവർ വിനയമാണ്. അതായത് ഇയാൾ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓവർ വിനയം എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ജയറാമിനെ ശ്രദ്ധിച്ചാൽ മതി, ജയറാമിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാൽ മതി, ജയറാമിൻ്റെ എന്താ പറയേണ്ടത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചാൽ മതി, അയാളുടെ സിനിമ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. എന്താണെന്നറിയില്ലേ, അയാൾ ഒരു അല്പൻ തന്നെയാണ്. സ്വന്തമായിട്ട് സ്വയം പൊങ്ങി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. വേറെ ഒന്നുമല്ല. ഒരു വസ്തുവില്ല അയാൾക്ക്. അതാണ്. ആർക്കും 5 പൈസ സഹായം ചെയ്യത്തില്ല, ഒരു മനുഷ്യന് പോലും ചെയ്യത്തില്ല. അതായത് ഒരു ദാഹിക്കുന്ന ഏതോ ഒരു നിർമ്മാതാവ് പ്രൊഡക്ഷൻ്റെ ഒരാൾ പറഞ്ഞത്, നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ പൈസക്ക് അയാളുടെ 10 പൈസ കളയത്തില്ല. സിനിമയിൽ കാണുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ ജയറാം എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജയറാമിനോടാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്?
ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നുണ പറയുന്നത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് പറഞ്ഞു ഞാനൊരു തമിഴനാണ്, അതുപോലെ മലയാളത്തിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു മലയാളിയാണ്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജയറാം എന്ന് പറയുന്നവൻ. പിന്നെ ഇപ്പോൾ എയറിലേക്ക് പോയിരിക്കുകയാണ്. ഇനി എയറിൽ നിന്നും വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കും. അത് വേറെ ഒന്നുമല്ല, ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, എന്താ പരിമളം കമ്പനിയാ. അതിൻ്റെ ആ ഒരു പ്രമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എൻ്റെ ഭാഗ്യം കിടക്കട്ടെ എന്തെങ്കിലും എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. ഈ പഹയം പോയിട്ട് എന്തോന്ന് തട്ടി വിട്ടിയാന്ന്. ആ തട്ടി വിട്ടത് നമ്മുടെ പിള്ളമാരുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ പിന്നെ നെറ്റ് തന്നെ നോക്കി നിൽക്കുന്ന കുറച്ച് പിള്ളമാർ എന്ത് ചെയ്തു, എന്നാ പിന്നെ ഇവനെ പിടിച്ചിട്ട് ഇന്നങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞ് നീ അങ്ങനെ പോകാനങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് ജയറാമിനെ അങ്ങനെ പിടിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങ് മേലേക്ക് വിട്ടതാ. ആശാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൂന്യാകാശത്ത് ഇങ്ങനെ ഇരിക്കല, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് താഴേക്ക് ഇറക്കണം. അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്, കാരണം പിടിക്കണ്ടേ വീഴുമ്പോഴേ. അതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ശ്രുതി, എൻ്റെ കണ്ണൻ, എൻ്റെ മാളു, ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അതായത് എൻ്റെ ശ്രുതി, എൻ്റെ കണ്ണൻ, എൻ്റെ മാളു, വേറെ ഒന്നുമില്ല, ഒരു വസ്തുവില്ല. പണ്ടത്തെ ചാൻസ് കൊടുത്തവരെ ഇതാക്കലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ആരെങ്കിലും സഹായിക്കലോ ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ എന്തിനധികം പറയുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു സംവിധായകൻ എന്തോ ആരോ മരിച്ചിട്ട് വരെ പോയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സ്വന്തം കാര്യമല്ലാതെ, സ്വന്തം പോക്കറ്റ് നിറക്കുന്നതല്ലാതെ, സ്വന്തമായിട്ടുള്ള ഈ എന്താ പറയണ്ടത് തൻ്റെ വീട് ഇത് എന്ന സിനിമ ഇതല്ലാതെ വേറെ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ജയറാം. ഇവൻ്റെയൊക്കെ പടം വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടാൽ മതി. അതായത് ഉർവശി ഇല്ലോണ്ട് വേണമെങ്കിൽ പോയി കണ്ടോ. ഇവൻ്റെയൊക്കെ പടം അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. വേണമെങ്കിൽ പോയിട്ട് കണ്ടാൽ മതിയായിരുന്നു. എന്തിനധികം പറയുന്നത്, ഈ ചെങ്ങാതീനെ കൊണ്ടുപോയിട്ട് മറ്റേ ഏതൊരു കാന്താരയിലെങ്ങാറ്റ് ഇട്ടില്ലേ, ആ കാന്താരയിൽ ഇട്ടത് തന്നെ അയ്യോ അതിവിനയം കൊണ്ടാണ്. അതിവിനയത്തിൽ ഋഷിഭ് ഷെട്ടി അങ്ങ് വീണുപോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കാന്താരയിലെ വേഷം ആ പഹയനെ കൊണ്ട് പറ്റുമോ? അയാൾ ആ ഒരു വേഷം കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൂവി ഓടിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. കോടിയേരി സഖാവിനോടായാലും പിണറായി വിജയനോടായി കഴിഞ്ഞാലും അതുപോലെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ BJPയിലുള്ള നേതാക്കന്മാരായാലും എല്ലാവരുമായിട്ടും നമ്മുടെ ജയറാം ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വിനയമാണ്, ഓവർ വിനയമാണ്. ആരെയും പിണക്കത്തില്ല. ആരെയെങ്കിലും പിണക്കി കഴിഞ്ഞാൽ ആരെങ്കിലും അതുവഴി തൻ്റെ സ്വത്തടിച്ചു മാറ്റി കൊണ്ടുപോയാലോ എന്നുള്ള ഒരു ഭയമുള്ള ഒരു വ്യക്തിയാണ് ഈ ജയറാം. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ടൈമിന് 3 വണ്ടിയിലും ചാടി കയറിയത്. നിങ്ങൾ നോക്കിയാൽ മതി, 2021-ലും 2016-ലും ഉള്ള ഇലക്ഷനിൽ ഇദ്ദേഹം പോയ കാര്യങ്ങൾ, അതായത് 3 വണ്ടിയിലും ഇദ്ദേഹം പോകുന്നുണ്ട്, 3 പാർട്ടീൻ്റെ അകത്തും പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? ആരും എന്നെ പറ്റിയിട്ട് മോശം പറയരുതെന്ന്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വിനയവും അഭിനയവും മാത്രമാണ് ഈ പഹയൻ്റെ കയ്യിലുള്ളത്, വേറെ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പണ്ട് കാലം മുതൽ ഇയാൾ സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ. ഇയാൾ ഇവിടെ നിന്ന് അഭിനയിക്കും, അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് ഓടും. ഇവിടെ നിന്നൊരു എന്താ പറയുക ഒരു പല ബിസ്ക്കറ്റ് വരെ വാങ്ങിച്ച് തിന്നൂല. കാരണം എന്താ വെച്ചാൽ ആ പൈസ കേരളത്തിനായി പോകൂലേ. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇത് വെച്ച് പുലർത്തുന്ന ഒരു നടൻ തന്നെയാണ് നമ്മുടെ ജയറാമേട്ടൻ. കണ്ടാലോ മാന്യൻ, ഓവർ വിനയം, ഓവറായിട്ട് ഇത് എന്തൊക്കെയാണെങ്കിലും ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറല്ലേ. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്നത്. ഇതാ ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കൽ പിടിവീഴുമെന്ന് എനിക്കറിയാം. ഇപ്പോഴും കൃത്യമായിട്ട് എന്ന് പറഞ്ഞ ട്രോളിലാണ് ആ ഒരു വാക്ക് പറഞ്ഞതിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം.